സോ ഹായ് ഓൾ വെൽക്കം ടു ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പ്. സോ ഡിസ്കോഡ് ആദ്യമായി യൂസ് ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ട്രേഡിംഗ് ഗ്രൂപ്പിലേക്ക് ഇതുവരെയായിട്ടും ആക്സസ് കിട്ടാത്തവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. എങ്ങനെയാണ് നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിന്റെ ആക്സസ് കിട്ടുക, വെരിഫൈഡ് എങ്ങനെയാവുക എന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ. സോ ആദ്യമേ നിങ്ങൾ ലൈവ് ട്രേഡിംഗ് റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ കാണുന്ന ചാനൽസ് ആണ്, ഫ്രീ ആയിട്ടുള്ള ചാനൽസ് ആണ് ഇതൊക്കെ. സ്റ്റാർട്ട് ഹിയർ, അപ്ഡേറ്റ്സ്, റീഡ് മീ, വെൽക്കം, റൂൾസ്, എഫ്എക്യു അബൌട്ട് us ആൻഡ് ഈ കാണുന്ന രണ്ട് ചാനൽസ്. ഇവിടെയാണ് നമ്മൾ ലൈവ് പോകുന്നത്. ലൈവ് ഫ്ലോർ ആൻഡ് വോയിസ് ചാറ്റ് നമ്മൾ ചാറ്റിംഗ് സെഷൻസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ലൈവ് ഫ്ലോറിലായിരിക്കും നമ്മൾ മാനേജേഴ്സിന്റെ കൂടെ ഇരുന്ന് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് ലോക്ക്ഡ് ആണ്. സോ ഇതെങ്ങനെ നമുക്ക് വെരിഫൈഡ് ആകാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ഹിയർ. ദെൻ ഈ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, ലൈവ് ട്രേഡിംഗ് ഫ്ലോറിന്റെ ഡിസ്കോഡ് ആക്സസ് ഫോം. ഇതൊരു ഹൈപ്പർ ലിങ്ക് ആണ്. സോ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫോം ആയിരിക്കും നിങ്ങൾക്ക് വിസിബിൾ ആവും. സോ നിങ്ങളിവിടെ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന സെർവർ ലൈവ് ട്രേഡിംഗ് റൂം എന്ന് പറഞ്ഞ ഈ സെർവറിൽ ഏത് ഡിസ്കോഡ് അക്കൗണ്ട് വെച്ചാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ സെയിം ഡിസ്കോഡ് അക്കൗണ്ട് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസറിൽ. ഇപ്പോൾ ഞാൻ കറണ്ട് യൂസ് ചെയ്യുന്ന ബ്രേവ് ആണ്. സോ ഈ ബ്രൗസറിൽ ഈ സെയിം അക്കൗണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ദെൻ ലേറ്റർ നിങ്ങൾ അത് എങ്ങനെയാ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് പിന്നീട് കാണാം. സോ വൺസ് ഈ ഒരു ഫോം നിങ്ങൾക്ക് ആക്സസ് കിട്ടിയാൽ നിങ്ങൾ മീൻസ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളംസ് ഫില്ല് ചെയ്യുക, ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. വൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് വെരിഫിക്കേഷൻ ആണ്, വേറെ നമുക്ക് എക്സ്ട്രാ സ്റ്റെപ്സ് ഒന്നും ഇല്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വെരിഫൈഡ് എന്നുള്ള റോള് കിട്ടും. നിങ്ങൾക്ക് റെസ്റ്റ് ഓഫ് ദി ചാനൽസ് കാണുന്നതാണ്. ആൻഡ് പിന്നെ നിങ്ങളിപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോമൺ ആയിട്ട് കാണാൻ ചാൻസസ് ഉള്ള ഇഷ്യൂസ്, അതായത് കോമൺ ആയിട്ട് ചിലപ്പോൾ സൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ യു ആർ നോട്ട് എ മെമ്പർ ഓഫ് ഡിസ്കോഡ് കമ്മ്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ടാവും. സോ അതെങ്ങനെ നമുക്ക് സോൾവ് ആക്കാം എന്ന് നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. കംപ്ലീറ്റ്ലി ഈസി. സോ നിങ്ങൾ ആദ്യം കാണുന്ന ഇഷ്യൂ ചാൻസ് ഉള്ളത് ചിലപ്പോൾ ഇതായിരിക്കാം. വിസിറ്റ് സൈറ്റ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് ലോഗ്ഡ് ഇൻ. ഇത് ബേസിക് ആണ്, കംപ്ലീറ്റ്ലി ബേസിക്. ജസ്റ്റ് ക്ലിക്ക് ലോഗിൻ വിത്ത് ഡിസ്കോഡ്. നിങ്ങൾ ഏത് അക്കൗണ്ടാണ്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചാണ് ലോഗിൻ ചെയ്യുന്നത് ആ സെയിം അക്കൗണ്ട് തന്നെയാണ് നിങ്ങളുടെ ബ്രൗസറിൽ ലോഗിൻ ചെയ്തിരിക്കുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അത്രേ ഉള്ളൂ. ദെൻ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ കാണുന്നത്, യു ആർ നോട്ട് എ മെമ്പർ ഓഫ് ലൈവ് ട്രേഡിംഗ് റൂം ഡിസ്കോഡ് സെർവർ. സോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഈസിയാണ്. ജസ്റ്റ് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ആദ്യം ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഡിസ്കോഡ്, അതായത് നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂമിലുള്ള ഡിസ്കോഡ് അക്കൗണ്ടും നമ്മുടെ ഫോം ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടും വേറെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അലേർട്ട് വരുന്നത്. നമ്മുടെ ബോട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സെൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു അലേർട്ടാണ്, യു ആർ നോട്ട് എ മെമ്പർ ഓഫ് ലൈവ് ട്രേഡിംഗ് റൂം ഡിസ്കോഡ് സെർവറിന്. സോ ഇത് നിങ്ങൾ കിക്ക് ഔട്ട് ചെയ്ത് അങ്ങനെയൊന്നല്ല, നിങ്ങൾ ചിലപ്പോൾ ബൈ മിസ്റ്റേക്കില്ലേ, അതായത് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വേറെ അക്കൗണ്ട് ആയിരിക്കാം, നിങ്ങൾ ലൈവ് ട്രേഡിംഗ് റൂം അതായത് നമ്മുടെ സെർവറിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് വേറെ അക്കൗണ്ട് ആയിരിക്കാം. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? സെയിം ആസ് ഇറ്റ് ഈസ്, ഈസിയാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ പറ്റുപോയി. മീൻസ് ബൈ മിസ്റ്റേക്കൻലി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സെർവറിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ചെയ്തു, അതായത് ജസ്റ്റ് ലീവ് ചെയ്തു, കൈ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ ഓൾറെഡി ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ DMസിലും നിങ്ങൾക്ക് എന്ത് വരും? ഈ സെയിം മെസ്സേജ്, ഇൻവിറ്റേഷൻ മെസ്സേജ് സെയിം, പക്ക സെയിം. നിങ്ങളിപ്പോൾ അറിയാണ്ട് ബൈ മിസ്റ്റേക്കൻലി നമ്മുടെ സെർവറിൽ നിന്ന് മിസ്റ്റേക്കൻലി എക്സിറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, തിരിച്ച് ആക്സസ് കിട്ടുന്നതാണ്. സോ നമ്മൾ നേരത്തെ ബാക്ക് ടു കംപ്ലീറ്റ്ലി സിമ്പിൾ. ജസ്റ്റ് ക്ലിക്ക് ജോയിൻ സെർവർ. ദെൻ വീണ്ടും നിങ്ങൾക്ക് ഇൻവൈറ്റ് എന്നുള്ള സംഭവം വന്നോളും. നിങ്ങളിത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കറൻ്റ്ലി നമ്മളിത് ഇല്ലില്ല, ഒരു സെക്കൻഡ്, ഞാൻ കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ ലൈവ് ട്രേഡിംഗ് റൂം സെർവറിലില്ല. സോ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ സെർവർ, വീണ്ടും ഇൻവൈറ്റ് പോപ്പപ്പ് ആയിട്ട് വരും. ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ലൈവ് ട്രേഡിംഗ് റൂം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ആ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിസ്കോഡിൽ പോയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് തന്നെയാണോ ഡിസ്കോഡിലും സെയിം അക്കൗണ്ട് തന്നെയാണ് നിങ്ങളുടെ ബ്രൗസറിലും, ഒരു സെക്കൻഡ്, നിങ്ങളുടെ സെയിം ബ്രൗസറിലും ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ദെൻ ജസ്റ്റ് ഇവിടെ പോവുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് സൈറ്റ്, യു ആർ നോട്ട് ലോഗ്ഡ് ഇൻ, ലോഗിൻ വിത്ത് ഡിസ്കോഡ്. സെയിം അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയി. കേട്ടോ, ആക്സസ് ഫോമായി. നമ്മൾ നേരത്തെ ഈ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാഞ്ഞത് ഇപ്പോൾ ആക്സസ് ആയി. സോ അതാണ് ഞാൻ വീണ്ടും പറയാനാണ്, ഓൾറെഡി നിങ്ങളുടെ ബ്രൗസറിൽ വേറൊരു അക്കൗണ്ട് ലോഗ്ഡ് ഇൻ ആണെങ്കിൽ മേക്ക് ഷുവർ ചെയ്യുക അത് ലോഗ് ഔട്ട് ചെയ്യാൻ. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗ് ഔട്ട് ആവും. ദെൻ ബാക്ക് ടു ഡിസ്കോഡ് സെർവർ, വെൽക്കം മെസ്സേജിൽ പോവുക,
വീണ്ടും ഡിസ്കോഡിൽ നിൽക്കുക, ഫോം ഫില്ല് ചെയ്യുക. സിമ്പിൾ ആസ് ദാറ്റ്.